ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസാകാലം 6ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 25 മുതൽ 16-ാം അധ്യായം 4-ാം വാക്യം വരെ. ഇവിടെ 26-27 വാക്യങ്ങൾ, 15-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങൾ ഈശോ ഈ ആശ്വാസകനെ കുറിച്ച്, പാരക്ലീറ്റിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വീണ്ടും പറയുകയാണ്. ഞാൻ പിതാവിന്റെ അടുത്ത് നിന്നും അയക്കുന്ന ആശ്വാസകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ ഉള്ളൊരു സാക്ഷ്യം. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും എന്നതിനെ കുറിച്ചാണ് ഈ സാക്ഷ്യം എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്, ഈ വെളിപാട് സ്വീകരിച്ച മനുഷ്യർ, അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാർ നൽകുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ് അടുത്ത വരി. 26-ാമത്തെ വാക്യം പറയുന്നതിനാണ്, ആരംഭം മുതൽ എന്നോടുകൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ഇവിടെ രണ്ട് വരികളിൽ സാക്ഷ്യം എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യവും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മനുഷ്യരുടെ സാക്ഷ്യവും, ഇങ്ങനെയാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക. ആരംഭം മുതൽ എന്നോടുകൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. സത്യത്തിൽ ഇതിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത്, ഈ അപ്പോസ്തലന്മാരോട് ഈശോ ഇത് പറയുമ്പോൾ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഈശോ പരസ്യ ജീവിതം ആരംഭിച്ച സമയം മുതൽ, അഥവാ ഈശോ സ്നാപക യോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ആദ്യ സമയം മുതൽ, അല്ലെങ്കിൽ ആദ്യം വിളിക്കപ്പെട്ട ശിഷ്യന്മാരെ ഈശോ വിളിച്ചതിന് ശേഷം അവര് ഈശോയെ അനുഗമിക്കാൻ തുടങ്ങിയ സമയം മുതൽ എന്നുള്ളതാണ് ഈ ആരംഭം മുതൽ എന്നോടുകൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സുവിശേഷം ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മളുടെ ജ്ഞാനസ്നാനം എന്ന ആ ഒരു കൗതാശികമായ ആരംഭം മുതൽ എന്നൊരു അർത്ഥം നമുക്ക് ഇതിനകത്ത് വായിച്ചെടുക്കാൻ സാധിക്കും. കുറച്ചുകൂടി നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് പക്ഷേ കുദാശപരമായി മാത്രമല്ല, ഈശോയെ നമ്മൾ അനുഭവിച്ച, അല്ലെങ്കിൽ ബോധ്യം, ഈശോയെ കുറിച്ചൊരു ബോധ്യം നമുക്ക് കിട്ടിയ ആ നിമിഷം മുതൽ, അതിപ്പോ പല സമയം നമ്മളിപ്പോ ആദ്യ കുർബാന സ്വീകരിക്കുന്ന സമയത്താണ് പഠിക്കുകയും ഈ ദിവ്യകാരണത്തെ കുറിച്ച് പഠിക്കുകയും ഈശോയെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു ബോധ്യം സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അന്നേരവും ഒരു അറിവ് എന്നതിനപ്പുറത്തേക്ക് ഒരു ബോധ്യം എന്നൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഈശോ എന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് എപ്പോഴാണോ ഒരു ബോധ്യം കിട്ടിയത്, ആ ബോധ്യം കിട്ടിയ സമയം മുതൽ ഇപ്പോൾ വരെ, നമ്മൾ ഈ സുവിശേഷം വായിക്കുന്ന ഈ സമയം വരെ നമ്മൾ ആ ബോധ്യത്തിൽ നിലയുറപ്പിച്ചിട്ട് ഈശോയോടൊപ്പമായിരിക്കാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്ത, വീഴ്ചകൾ ഉണ്ടായിരുന്നിരിക്കാം, പാവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, തളർന്നു പോയിരുന്നിരിക്കാം. പക്ഷേ മനസ്സുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ച് അവനോടൊപ്പമായിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഈ കാലം അത്രയും അവനോടൊപ്പം നമ്മളായിരുന്നത് കൊണ്ട് നമ്മൾ അവന് സാക്ഷ്യം നൽകും. ഈശോയെ കുറിച്ച് ബോധ്യം കിട്ടിയ സമയം, അതാണ് ഈ ആരംഭം മുതൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ബോധ്യം കിട്ടിയ സമയം മുതൽ ഇതുവരെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളും ക്രിസ്തുവിൻ്റെ രീതികളും ക്രിസ്തുവിൻ്റെ പാഠങ്ങളും നിലപാടുകളും സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാൻ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. വീഴ്ചകളുണ്ടായേക്കാം, നമ്മൾ 100% അതിൽ വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അതിന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സാക്ഷ്യം ആണ് ഈ വാക്യം അർത്ഥമാക്കുന്നത്. 15-ാം അധ്യായത്തിലെ 27-ാം വാക്യം, ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും, നിങ്ങളും എനിക്ക് സാക്ഷ്യം നൽകും. അപ്പോൾ നമ്മൾക്ക് ഈശോയെ കുറിച്ചൊരു ബോധ്യം കിട്ടിയ സമയമുണ്ട്. നമ്മളതിനെ നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് പോയി ഒന്ന് ചികഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. അത് അറിവല്ല ഈ ബോധ്യം എന്നുള്ള അർത്ഥമാക്കുക. നമ്മൾ അറിവ് നമുക്കിങ്ങനെ പാഠപുസ്തകത്തിൽ നിന്നോ നമ്മൾ ക്ലാസ് മുറിയിൽ നിന്നോ ഗുരുമുഖത്ത് നിന്നോ ഒക്കെ നമ്മൾ നേടിയെടുത്ത അറിവുണ്ട്. പക്ഷെ അറിവിനപ്പുറമാണ് ഈ ബോധ്യം എന്ന് പറയുന്നത്. ഈശോ എൻ്റെ രക്ഷകനാണ്, ഈശോ എൻ്റെ കൂട്ടുകാരനാണ്, ഈശോ എൻ്റെ ഗുരുനാഥനാണ്, ഈശോ എന്നോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് ജീവിതത്തിൽ
അനുഭവവേദ്യമായ ദൈവ ദൈവാനുഭവം, ദൈവ സാന്നിധ്യബോധം എന്ന് പറഞ്ഞതിനപ്പുറം ദൈവാനുഭവം നമുക്ക് കിട്ടിയത് എപ്പോൾ മുതലാണോ അന്നേരം മുതൽ നമ്മൾ ഈശോ പകർന്നു നൽകിയ പാഠങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരു തീഷ്ണതയും അതിനൊരു ശ്രമവും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നമുക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നതാണ്. അതാണ് സാക്ഷ്യം. അതാണ് ക്രിസ്തു സാക്ഷ്യം, ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം. ആ സാക്ഷ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.